അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറിയ കാറ്ററിംഗ് വർക്കാണ് കേട്ടോ. നമ്മൾ വെയ്ക്കണ കാറ്ററിംഗ് വർക്കൊക്കെ എടുക്കലുണ്ട്. നെയ്ച്ചോറ് വെച്ചുകൊടുക്കും, ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെ വെയ്ക്കണതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. തോനെ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയൂലല്ലോ, ഒറ്റയ്ക്ക് നമ്മൾ പണിയെടുത്ത് കഴിച്ചണല്ലോ. അപ്പോൾ ഇന്നത്തെ വെപ്പ് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരത്തേക്കാണ് വെച്ച് കൊടുക്കണത്. അപ്പം നല്ല അയില കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടുന്ന് ഓള് ചോറ് തിന്നാണ്ടായിന്ന് പറയാതെ വന്നിരുന്നു. അപ്പം അന്ന് കറി കൂട്ടിയിട്ടുണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അഞ്ചൊരു ദിവസം എനിക്കിതൊന്ന് വെക്കണത് കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞ് തന്നാൽ മതി. അപ്പം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ജാതി ഒന്ന് വെച്ച് കാട്ടി, ഞാൻ ഇജ്ജ് വെക്കണത് കാണാൻ വരണ്ടേന്ന് പറഞ്ഞിരുന്നു. അപ്പം ചായക്ക് കടി ഒന്നുമില്ല. അപ്പം ഞാൻ മീൻ വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യട്ടെ, കുറച്ച് പഴമുണ്ട്, 2-3-4 പഴം ഇരിക്കുന്നുണ്ട്. അത് പീങ്ങാലോ കരുതിങ്ങാണ്ടാട്ടെ നിൽക്കണത്. അപ്പം മീൻ വെള്ളത്തിലിട്ടിട്ട് ഞാൻ എന്താ പഴം പീങ്ങാൻ ഒരുങ്ങാണ്. ഇനി അല്ലെങ്കിൽ ഇത് വെക്കണതിൻ്റെ മുന്നേ വന്നാൽ വരും ഉറപ്പ് പറഞ്ഞില്ല. വന്നാൽ എന്താ ഒന്നും ചായക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. പിന്നെ ബേക്കറി ഒന്നും കൊടുന്ന് വെച്ചിട്ടും കാര്യമില്ല. ഷാലു ആണെങ്കിലും മൂനും ആണെങ്കിലും ഞാനാണെങ്കിലും എടുത്ത് തിന്നിട്ടോ. ആളാരാന്ന് ഞാൻ ഇതിൽ പറയണില്ല കേട്ടോ. പിന്നെയും പറഞ്ഞു ഇങ്ങനൊന്നും പറയരുത്, അത് പറയണില്ല. അതുകൊണ്ട് നമ്മൾ പറയണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ലേസം പഞ്ചസാരയും ലേസം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പഴം പീങ്ങണം. ചിലപ്പോൾ ഇത് പീങ്ങിയാലും ഓള് വരൂല. അപ്പം ഇത് ഞമ്മക്ക് തിന്നാലോ അല്ലെങ്കിൽ ഓൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഓള് വന്നാൽ പിന്നെ ഇത് പീങ്ങാനൊന്നും ഇന്നെ അയക്കൂല കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം മീൻ നന്നാക്കാൻ നിൽക്കാൻ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് ഈ പരിപാടി ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ മീൻ തലയൊന്നും കളയണില്ല. അയിലയുടെ തലയൊന്നും കളഞ്ഞാൽ മീൻ കറി രസം ഉണ്ടാവില്ല. പിന്നെ മുളക് കറി പലർക്കും പലതും വെച്ചതേക്കാരം ഇഷ്ടമല്ല. നമ്മളെവിടെയെങ്കിലും ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുമ്പോൾ അയിത്തൊരു കൂട്ടാൻ കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് ചോദിച്ചറിയാൻ ഭയങ്കര ആഗ്രഹിക്കണം. അതുപോലെയാണ് കേട്ടോ ഓളെ കാര്യം. ഞാൻ ഒരിക്കൽ ഫോൺ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ. അപ്പോൾ ഒന്നിച്ച് മനസ്സിലായില്ല ഞാൻ വരണ്ടേന്ന് പറഞ്ഞാലും വേണ്ട. ഇനി ഒരു വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കലേ നമ്മളെ കടമയാണല്ലോ. അതുപോലെ ഒരു വട്ടം ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഓളെ പേരക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരാൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളോട് ചോദിക്കതൊന്ന് ഉണ്ടാക്കി തരുമെന്ന്. അപ്പം നമുക്ക് വെയ്ക്കണേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, വെജാത്ത പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളോടൊക്കെ എന്താ പറയല്ലേ വെച്ചാൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് വളരെ കമ്മിയാണ്. എന്താണെന്ന് അറിയണില്ല. ലൈക്ക് കമ്മിയാകുമ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ഒരു ഡൗൺ ആയി ഇങ്ങനെ കാണിച്ചുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. ഒന്നിങ്ങനെ ശരിയായി വന്നിരുന്നു കേട്ടോ. ലൈക്കും വ്യൂസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഇല്ല. ഒന്നാമത് കുക്കിംഗ് വ്ളോഗൊന്നും അല്ല, അതുകൊണ്ട് ഇക്കാരം കരുതുന്നുണ്ടോ. പിന്നെ ഇവളിനോട് എപ്പോഴും പറയാം, എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ഇതില്ല, എന്താ വെച്ചാൽ എന്നും ഓരോ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കും. നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചോറും കൂട്ടാനൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കി പഠിച്ചാൽ സുഖമാണ് എന്നൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. അല്ലാതെ നമുക്ക് എന്നും ഇപ്പോൾ ഇറച്ചി വാങ്ങിക്കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും കഴിയൂല. നമുക്ക് എന്താ കൊണ്ടുവരുന്നോണ്ട് നല്ല രസത്തിൽ വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ മീൻ നന്നാക്കി കഴിഞ്ഞാൽ അതിലുണ്ടാവും ഒരു കറുപ്പ് തോലല്ലോ, അതൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പം അയിലത്തല കഴുകുമ്പോഴാണ് നല്ലോണം നോക്കേണ്ടത്. ഈ അയിലത്തലയുടെ ഉള്ളിൽ കാണുന്ന ഒരു കൂറ, ആ കൂറ അങ്ങനെ ഇങ്ങനെയും കഴുകിയാൽ പോലെട്ടോ. അത് നല്ല കൈ ഇട്ടിട്ട് ഇതാക്കിങ്ങാണ്ട് കഴുകുക തന്നെ വേണം. കാരണം ആ ചേളയുടെ ഉള്ളിലോ അല്ലെങ്കിൽ എന്താ തൊള്ളയിലൊക്കെ ഉണ്ടാവും ഒരു കൂറ. അത് കളഞ്ഞില്ലെങ്കിൽ അത് കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിനോട് വെറുപ്പ് വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ മീൻതല കഴുകുമ്പോൾ നല്ല ആ കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് വെള്ളം നല്ല പീച്ചിട്ട് ഇതാക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പുളിയൊക്കെ നല്ല പാകത്തിന് പാർന്നിട്ട് ഈ മീൻതല ഇടുമ്പോൾ ഈ വെള്ളം അയക്കാണ് കൂടുമ്പോൾ കാണാം പുളി പാകമായി കിട്ടൂല. പിന്നെ ഈ അയിലൊക്കെ മുളക് ഇടുമ്പോൾ 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ ഇട്ടിട്ട് നല്ല അടപ്പിലൊരു പാത്രത്തിലാണ് വെച്ചാൽ എന്തൊരു രസമായിക്കാരം. ഉലുവയും കടുകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അയിലക്കറി വെക്കണത്. അപ്പം അയില ഞാൻ തോനൊന്നും കഷ്ണങ്ങളാക്കണില്ല, ഒരയില 2 കഷ്ണങ്ങളായിട്ട് ആക്കണ്. ഇതൊന്നുമല്ല, ഇനിയും മീനുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീതനമ വെച്ച് കാണിച്ച് തരാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തിക്കണെന്ന് വെച്ചിട്ട് 2-3-4 തക്കാളിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 തക്കാളി മീൻ കറിക്ക് നല്ല കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചപ്പോൾ 2 തക്കാളിയും അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളിയുടെ പോണയും ഒരു ചെറുള്ളിയുടെ പോണയും കാശ്മീർ മുളക് പൊടി ഇട്ടുകൊണ്ട് നല്ല അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുള്ളി കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്, കുറച്ചവിടെ അങ്ങനെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇലയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ഹോട്ടലത്തെ മീൻ കറിയാണ് കേട്ടത്. നല്ല കുറുക്ക ഉണ്ടാവും ചെയ്യും, കുറുക്കും ഉണ്ടാവും. പിന്നെ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ഞാൻ തക്കാളി ആദ്യം മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണയൊക്കെ പറന്ന് കൊടുത്തിട്ട് ആദ്യം ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടതിൻ്റെ ശേഷം ഇതാ വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഞാൻ ചതച്ചിക്കല്ല,
ഇങ്ങനെ നീളത്തിൽ കീറിങ്ങാണ്ട് ഇട്ടിക്കാണ് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഏതായാലും ആദ്യം ഇടാം. പക്ഷെ ഞാനൊരു കാര്യം മറന്നു, ജീരകമാണ് ആദ്യം നമ്മൾ ഇടുന്നുണ്ട്. വലിയ ജീരകം ഇടണമെന്ന് കരുതി. മറവി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം വലിയ ജീരകം ഞാൻ ഒരു മൂലക്കാക്കാക്കിങ്ങാണ്ട് ജീരകം പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ ചെറുള്ളി നേരാക്കി ഇട്ട് കൊടുത്തു. അതൊന്നുകൊണ്ട് ചുവന്ന കളറായി വന്നപ്പോൾ നമ്മൾ മിക്സിയിലടിച്ച തക്കാളി തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളറ് തോന്നിക്കാൻ വേണ്ടി കണ്ടാണ് ഞാൻ കാശ്മീർ മുളക് കൂട്ടിയിട്ടില്ലത് കേട്ടോ. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. അതിക്ക് ഞാൻ 2 സ്പൂൺ മുളകും പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളകും പൊടി. അയിലക്കറിയൊക്കെ നല്ല മുളക് വേണം. കാരണം എന്താ വെച്ചാൽ അതിലേക്കൊന്നും എരിവും ഇങ്ങോട്ട് പിടിച്ച് കിട്ടൂല, മത്തിയുടെ മാതിരിയല്ല. അപ്പം ഞാൻ 2 സ്പൂൺ മുളകും പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടിങ്ങാണ്ട് നല്ല വാട്ടിങ്ങാണ്ട് ഇതിലേക്ക് വലിയ തക്കാളി 4 എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിന് 3/4 പാത്രത്തോളം അയിലക്കറി ആയി വരും. ലേശം ഉപ്പ് കൊടുത്തുങ്ങാണ്ട് ഇതാ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വയന്ന് വന്നിട്ടുണ്ട്. ഉപ്പിട്ട എളുപ്പം ഇങ്ങോട്ട് വാടി കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ ഒന്നും പാടെ നല്ലപോലെ ഇങ്ങനെ ഇളക്കിങ്ങാണ്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതെടുത്തുങ്ങാണ്ട് കയ്യിൽ എന്തെങ്കിലും എടുത്ത് നല്ല ഇങ്ങോട്ട് അലിയിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പരുവത്തിലേക്കോട്ടോ. ഉള്ളിയൊന്നും കാണാനില്ല, ചെറുള്ളി. വെല്ലുള്ളി വേണമെങ്കിൽ എടുക്കുക. പക്ഷേ ചെറുള്ളി ആകുമ്പോൾ ഒന്നും പാടെ രസം കൂടും. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് ഒന്നും പാടെ ഒന്ന് മട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാൻ പുളി പാർന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നിങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് തിളച്ചോട്ടെ. എടുത്തുനിന്ന് പോണില്ല ചേട്ടാ, കാരണം പാത്രം ചെറുതാണ്. അപ്പം നല്ല തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ അയിലത്തലയൊക്കെ എന്തിട്ടിക്കും നല്ല വെള്ളം പീഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പീഞ്ഞ് വെച്ചിക്കണം. അപ്പം നമുക്ക് ഓരോന്ന് ഇട്ടിട്ട് നല്ല വെട്ടി തിളക്കണം കേട്ടോ. മത്തിയൊക്കെ എന്ന് പറയുന്നത് ഒരു തള തിളച്ചാൽ നമ്മൾ മാങ്ങി വെക്കും. അതിലൊക്കെ ഒരു തളയും 2 തളയെന്ന് പോലെ നല്ല തിളക്കണം. കണ്ടില്ല നിങ്ങൾ? ഈ പരുവത്തിന് നല്ല തിളച്ചിട്ട് നല്ല ഇങ്ങോട്ട് വറ്റി വരുന്ന മാതിരിയാവും കേട്ടോ. ഒരു പാത്രം കറി വെക്കണം. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായിക്കണം കേട്ടോ. വന്നേക്ക് ഞാൻ എന്താണ് ചായ കൊടുക്കണമൊന്നും കാണിച്ചിട്ടില്ല. നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു മണമൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് പരിപാടിയും പാടെ നമുക്ക് ചെയ്യാണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിക്ക് നല്ല വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. തൂമിച്ചാനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയാണ് നല്ലത്. അതിക്ക് എന്നിട്ട് 1 സ്പൂണും കടുകും 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അത് നല്ല പൊട്ടി പൊരിയുമ്പോൾ എന്ത് ചെറുള്ളി ഉണ്ട് ഒരു പൊടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മീൻകറി നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ മിക്സിയിൽ അടിച്ചിങ്ങാണ്ട് തക്കാളി വെച്ചിട്ടുണ്ട്. കാശ്മീർ മുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് അത് നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല പിന്നെ കണ്ടറിഞ്ഞിടുന്നുണ്ട് കേട്ടോ. വേപ്പ് പിന്നെ നമ്മളോട് തന്നെ ഉണ്ടായതുകൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മീൻകറിയൊക്കെ ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. അയക്കാണ്ട് പാർന്ന് കൊടുത്താൽ എന്തോ ഒരു മണമാണ് വെച്ചിട്ട് ഇനി ഒരു 10 മിനിറ്റ് ഒന്നും മൂടി വെച്ചാൽ പറയും വേണ്ട കേട്ടോ. പൊറാട്ടയൊക്കെയാണെങ്കിലും ദോശയൊക്കെയാണെങ്കിലും ചോറ്റക്കാണെങ്കിലും എല്ലാവർക്കും കൂട്ടാം. എങ്ങനെ ആയാലും കണ്ടറിഞ്ഞ് കറി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ കാശ്മീർ മുളക് പൊടി ഇട്ടിക്കണത് ഇതിനാണ്. നല്ലൊരു കളർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് കാട്ടിയതാട്ടോ. നമ്മളെ മുളകും പൊടി വലിയൊരു കളറില്ല. നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മീൻകറിനെ പറ്റിയിട്ട് അഭിപ്രായം പറയങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ നല്ല കുറുക്കുണ്ടേനും, പാകത്തിന് കുറുക്കൻ. തേങ്ങ അരച്ചാലും മീൻകറി ഒന്നും വലിയ രസം ഉണ്ടാവില്ല. എന്നാലും വറുത്തരക്കൊക്കെ ചെയ്യാം കേട്ടോ. എന്നും മുളക് കറി കൂട്ടുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു തേങ്ങാക്കറി കൂട്ടാനൊരു പൂതി ഉണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ തരത്തന്നെയുള്ള ഇൻഷാ അള്ളാ ഇനി നല്ല നല്ല വീഡിയോസ് ഇടണം എന്ന് കരുതുന്നുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.